ഞാനാ നിന്നെ പ്രസവിച്ചത്. എന്താ നോക്കുന്നേ? ഞാൻ നിന്റെ അമ്മയല്ലാന്നാണോ പറയാൻ പോകുന്നത്? ഇനി നീ എന്നെ വെറുത്താലും ശരി, എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ശരി, ഞാൻ ഒരിക്കലും നിന്റെ അമ്മയല്ലാതാവാൻ പോകുന്നില്ല. ദേ നോക്ക്, നിനക്കൊരു1000 പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രശ്നം ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു പ്രശ്നത്തിനെ കുറിച്ച് നീ എന്നോട് പറയുന്നുള്ള പ്രതീക്ഷയില്ല ഞാനുള്ളത്. നീ എന്നോടൊന്നും പറയാത്തതുകൊണ്ടാ എനിക്ക് ഇത്രയും ദേഷ്യം. സ്വന്തം വാശിക്കൊത്ത് ജീവിക്കണമെന്ന് കരുതി പിടിവാശി കാണിച്ച് നീയായിട്ട് തന്നെ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. വിജി, ഞാൻ നിന്നോട് വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ദയവ് ചെയ്ത് ഇപ്പോഴത്തെ നിന്റെ പ്രശ്നം എന്താണെന്നുള്ളതെങ്കിലും പറ. ഇപ്പൊ പെട്ടെന്ന് നീ നാട് വിട്ടു പോണോന്ന് നീ പറയാനുള്ള കാരണം എന്താണെന്നെങ്കിലും ഒന്ന് പറ. ഇത്ര നാളും ഇല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം ഞാൻ ഈ ചോദിക്കുന്നത്. പറ വിജി, നിന്നോടാ ഞാൻ ഈ ചോദിക്കുന്നത്. എന്താ ഞാൻ പറയണ്ടേ? എനിക്ക് ഈ നാട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചു. മതിയോ? ഇതാണോ അതിന്റെ കാരണം? അതെ, ഇത് തന്നെയാ കാരണം. ഇതേ ആരെങ്കിലും ഞാൻ മണ്ടെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ അവരോട് പോയിട്ട് പറ, അവരെ വിശ്വസിച്ചോളൂ. ഞാൻ നിന്റെ പെറ്റമ്മയടി. മറ്റുള്ളവരോട് പറയുന്ന പോലെ എന്തെങ്കിലും മുട്ടിന്യായം പറഞ്ഞ് എന്നെ നീ പറ്റിക്കാൻ നോക്കണ്ട. ഇത്രയും നാള് നിനക്ക് ഈ നാട് കൊള്ളായിരുന്നു. ഇന്നെന്തോ നടക്കാൻ പാടില്ലാത്തത് നടന്ന പോലെയോ കാണാൻ പാടില്ലാത്തത് കണ്ട പോലെയോ പെട്ടെന്ന് കയറി വന്നിട്ട് നാട് വിട്ടു പോവാന്ന് പറഞ്ഞ അതിന്റെ പിന്നിൽ എന്തായാലും ഒരു കാരണം കാണും. അതാ എനിക്ക് അറിയണോന്ന് പറയുന്നത്. നിന്റെ മോള് നില തന്നെ നിനക്ക് എല്ലാം എനിക്കറിയാം. അവളിനി ചോദിക്കുകയാണെങ്കിൽ നിന്റെ ജീവൻ പോലും നീ കൊടുക്കാനും മടിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെയുള്ള നിലമോള് പോലും വേണ്ടാന്ന് പറഞ്ഞിട്ടും ഈ നാട് വിട്ടു പോണോന്ന് നീ ഇങ്ങനെ വാശി പിടിക്കാനുള്ള കാരണമായി എനിക്കറിയേണ്ടത്. അപ്പോ നിലമോളോടുള്ള സ്നേഹത്തെക്കാളും കൂടുതല് നീ ഇവിടുന്ന് പോണോന്ന് ആഗ്രഹിക്കണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. എന്താ അത്? ദയവ് ചെയ്ത് സത്യം ഒന്ന് പറ വിജി. എന്ത് സത്യം ഞാൻ പറയേണ്ടത്? അമ്മ എന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചാലും എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. എന്താ അമ്മ ഞാൻ ഇവിടെ താമസിക്കാൻ വിട്ടെന്ന് വെച്ച് ചോദിക്കുന്നതിന് ഉത്തരം പറയണമെന്നൊന്നുമില്ലല്ലോ. എന്റെ പ്രശ്നം ഞാൻ തന്നെ നോക്കിക്കോളാം. പുതിയതായിട്ട് ആരുടെ സ്നേഹം എനിക്ക് ആവശ്യമില്ല. അങ്ങനെ നിനക്ക് എന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. അറിഞ്ഞോ അറിയാതെയോ അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയനെന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ തേടി വീട്ടിലേക്ക് വന്നപ്പോ അന്ന് നിന്നെ സ്വീകരിക്കാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. അതിനുള്ള ശിക്ഷയായിട്ടാ നീ ഓരോ തവണ എന്നെ വെറുത്ത് സംസാരിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഒക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് നീ തിരിച്ചു വന്നപ്പോ പെറ്റമ്മയായി എനിക്ക് നിന്റെ കൂടെ നിൽക്കാനായി സാധിച്ചില്ല. ഇപ്പോഴും നീ കഷ്ടപ്പെടുവാണെന്ന് അറിഞ്ഞിട്ടും നിന്റെ കൂടെ ഉണ്ടായിട്ടും നീ പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് എങ്ങനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റും? നിന്റെ ജീവിതത്തിന് മുമ്പ് നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് നീ പറയുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് പെട്ടെന്ന് പോവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. എന്തിനാണിത്? എല്ലാം കൂടി ഇങ്ങനെ മനസ്സിലടക്കി വെച്ചിട്ട് നീറി നീറി ജീവിക്കുന്നേ. ദയവ് ചെയ്ത് നിന്റെ മനസ്സിലുള്ളതൊക്കെ നീ ഒന്ന് തുറന്നു പറയും. ഇത് നോക്കമ്മേ, ഞാൻ ആകെ ടെൻഷനിലാ ഉള്ളത്. വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ കൂടുതൽ ടെൻഷൻ ആക്കല്ലേ. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്. എടി നിക്ക. ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും നീ ഒന്നും പറയാത്ത എന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ തേക്കടിയിൽ ഉണ്ടായിരുന്നപ്പോ പെറ്റമ്മയായ ഞാൻ വിളിച്ചിട്ട് പോലും നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. നിന്റെ മോള് നിന്നോട് പറഞ്ഞപ്പോ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി. ഇപ്പൊ ഇവിടുന്ന് വീണ്ടും തേക്കടിയിലോട്ട് പോവാൻ തീരുമാനം എടുത്തപ്പോ പെറ്റമ്മയായ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല. നിന്റെ പൊന്നുമോള് നില പറഞ്ഞിട്ടും അനുസരിക്കാനാവുന്നില്ല. അപ്പോ അതിന് പിന്നിൽ എന്തെങ്കിലും ശക്തമായിട്ടുള്ളൊരു കാരണം തന്നെയുണ്ട്. ആ കാരണം എന്താണെന്നാ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അന്ന് നീ തേക്കടി നീ നാട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞതും ഇന്ന് നീ ഇവിടം വിട്ട് തേക്കടിക്ക് തന്നെ തിരിച്ചു പോണമെന്ന് പറയുന്നതിലും ഒരേ ഒരു കാരണം തന്നെ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിജി. നിന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവ് ഇവിടെയാണെന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ നീ തേക്കടിയിൽ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞത്?
പക്ഷെ നിന്റെ മോൾക്ക് വേണ്ടി നീ ഈ നാട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് എന്തോ ഒരു കാരണം കൊണ്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോണോന്ന് പറയുമ്പോ